ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ജാമ്യം തേടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസു സുപ്രീംകോടതിയിൽ അന്വേഷണവുമായി സഹകരിച്ചെന്നും ഗൂഢാലോചനയിൽ പങ്കില്ലെന്നും ഹർജിയിൽ എൻ വാസു ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരുകയാണ്. അറസ്റ്റിലായി 50 ദിവസം പിന്നിടുമ്പോഴാണ് ജാമ്യാപേക്ഷയുമായി എൻ വാസു സുപ്രീംകോടതിയെ സമീപിച്ചത്. ഗൂഢാലോചനയിൽ പങ്കില്ലെന്ന് ഹർജിയിൽ എൻ വാസു ചൂണ്ടിക്കാട്ടുന്നു. ഹർജി ഈ ആഴ്ച കോടതി പരിഗണിച്ചേക്കും. അതേസമയം സ്വർണ്ണക്കൊള്ള കേസിൽ ഭരണ പ്രതിപക്ഷ പോര് തുടരുകയാണ്. നേതാക്കളിലേക്ക് അന്വേഷണമെത്തുമ്പോൾ കോൺഗ്രസിന് SIT വിശ്വാസമില്ലെന്ന് CPIM. കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കൾ പറയണം, അത് അടൂർ പ്രകാശം മാത്രം പറയേണ്ട ഒരു കാര്യമല്ല. അപ്പോൾ ആ പ്രശ്നം വന്നപ്പോൾ SIT ഇനി ഞങ്ങൾ വിശ്വസിക്കില്ല. കാരണം SIT എന്ന് പറയുന്നത് നിങ്ങൾ ഇവരെന്താ ധരിച്ചിട്ടുള്ളത്? അത് ഹൈക്കോടതിയുടെ ഭാഗമായിട്ടുള്ളതല്ലേ. ഹൈക്കോടതി പറയട്ടെ, ഇത് ഇവിടെ നിൽക്കില്ല, അപ്പോൾ വേറെ അന്വേഷിച്ചോട്ടെ, ഞങ്ങൾക്ക് എന്താ കുഴപ്പം? കേസിൽ UDF കൺവീനർ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്നവർ മുഖ്യമന്ത്രി പിണറായി വിജയനെയും ചോദ്യം ചെയ്യണമെന്ന് പ്രതിപക്ഷ നേതാവ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ നിന്ന് ഫോട്ടോ ഉള്ളതിന്റെ പേരിൽ അടൂർ പ്രകാശനെ നിങ്ങൾ ചോദ്യം ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് പിണറായി വിജയനെയും ചോദ്യം ചെയ്യണം. ആ പോറ്റിയുടെ കൂടെ ഉണ്ട്, പോറ്റിയുടെ കൂടെ പിണറായി വിജയനും ഉണ്ട്. ഇതിനിടെ LDFനെയും UDFനെയും കുറ്റപ്പെടുത്തി പാരഡി ഗാനവുമായാണ് BJP നേതാവ് K സുരേന്ദ്രൻ രംഗത്തെത്തിയത്. സ്വർണം കട്ടവൻ ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ. സ്വർണം വിറ്റത് ആർക്കപ്പ, കോൺഗ്രസിനാണ് അയ്യപ്പ. ലാഭം കൊയ്തത് ആരൊക്കെ, ഇന്ത്യ മുന്നണി ഒറ്റക്ക്. അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തനെന്നായിരുന്നു SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണം. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.